എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആരും അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഈ ഒരു വിഷയം വഴി പിന്നീട് സംഭവിക്കാവുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ചിട്ട് ആരും ഇന്ന് ഓർക്കുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജീവമാതാ കാരുണ്യ ഭവനിലെ നമ്മുടെ അനാമിക വിഷ്ണു ദമ്പതികളെ കുറിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ അനാമികയുടെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡ് വിഷ്ണു വിചാരിക്കുകയാണ്. അപ്പോൾ പുള്ളി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മരിച്ചു പോയ അനാമികയുടെ അമ്മയെ ഹിപ്നോട്ടിസം വഴി കാണിച്ചു കൊടുക്കുക എന്നതാണ് പുള്ളിക്കാരൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ. അതാണ് അയാൾ അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതിനായിട്ട് ഒരു സ്ത്രീയെ സമീപിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ത്രീ നമ്മുടെ അനാമികയെ ഹിപ്നോട്ടിസം ചെയ്ത് അനാമികയുടെ ഹൃദയത്തിനുള്ളിലേക്ക് അമ്മയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കുത്തി നിറച്ചു കൊടുക്കുന്നതാണ്. നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പിടിക്കുന്നുണ്ട്. ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അമ്മ എന്തിനാ ഇട്ടിട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അമ്മേനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അമ്മ എന്തിനാ അമ്മേനെ ഇട്ടിട്ട് പോയെ? അമ്മയുടെ കയ്യെ മുറുക്ക പിടിച്ചു. അമ്മേനെ നിന്നെ വിട്ടേച്ച് പോകത്തില്ല. അമ്മേനെ കയ്യെ മുറുക്ക പിടിച്ചു. അമ്മ നിന്റെ അടുത്തുണ്ട്. അമ്മ എന്തിനാ പോയ? അമ്മ എനിക്കൊരു കുഞ്ഞാണ്. അമ്മ എന്തിനാ എന്നെ വിട്ടേച്ച് പോയെന്ന് ചോദിക്കുക. അമ്മ എന്റെ കയ്യെ മുറുക്ക പിടിച്ചു. എന്റെ കൈ മുറുക്ക പിടിച്ചു. അമ്മയുടെ കയ്യെ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അമ്മേനെ എനിക്ക് കാണാം. അമ്മേനെ കെട്ടിപ്പിടിക്കുക. അമ്മേനെ മുറുക്ക പിടിച്ചു. നീ കണ്ണ് തുറക്കുമ്പോൾ നിന്റെ കണ്ണിന് നിന്റെ അമ്മയുണ്ട്. നിന്റെ അമ്മേനെ എനിക്ക് കാണാൻ, സംസാരിക്കാൻ, ഉമ്മ വെക്കാൻ, എന്തിനാണ് ഇട്ടിട്ട് പോയെന്ന് ചോദിക്കാം. നീ കണ്ണ് തുറക്കുമ്പോൾ നിന്റെ മമ്മി അമ്മേനെ മുറുക്ക പിടിച്ചു. അമ്മ നിന്നെ വിട്ടിട്ട് പോകാത്ത രീതിയിൽ മുറുക്ക പിടിച്ചു. അമ്മ എന്തിനാ എന്നെ വിട്ടേച്ച് പോയെന്ന് ചോദിക്കണം. അമ്മയെ കാണണം എന്നുള്ള അധികം ആഗ്രഹമുണ്ട്. അമ്മ നിന്റെ കൺമുന്നിലുണ്ട്. മെറൂൺ സാരിയും കറുത്ത ബ്ലൗസും ഇട്ട് അമ്മ നിന്റെ കൺമുന്നിലുണ്ട്. കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അമ്മ വിട്ടു പോകത്തില്ല, ഒരിക്കലും നിന്നെ വിട്ടു പോകാതെ അമ്മ. ഓക്കെ, അപ്പോ ഇതുപോലെയാണ് ഇവര് മനസ്സിലേക്ക് ആഴത്തിൽ ഓരോന്നും പതിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അനാമികയുടെ ഉള്ളിലേക്ക് അമ്മയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിറച്ചു കൊടുക്കുകയാണ് എന്നല്ല പറയേണ്ടത്, കുത്തി നിറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാമിക കുറച്ച് സമയം എടുത്തു കഴിയുമ്പോൾ അവർ വീണ്ടും അനാമികയുടെ അടുത്തേക്ക് ഉള്ള സമീപനം എങ്ങനെയാണെന്ന് നമുക്കൊന്നുകൂടി കണ്ടിട്ട് വരാം. കാണാൻ, സംസാരിക്കാൻ, ഉമ്മ വെക്കാൻ, എന്തിനാണ് ഇട്ടിട്ട് പോയെന്ന് ചോദിക്കാം. നീ കണ്ണ് തുറക്കുമ്പോൾ നിന്റെ മമ്മി അമ്മേനെ മുറുക്ക പിടിച്ചു. അമ്മ നിന്നെ വിട്ടിട്ട് പോകാത്ത രീതിയിൽ മുറുക്ക പിടിച്ചു. അമ്മ എന്തിനാ എന്നെ വിട്ടേച്ച് പോയെന്ന് ചോദിക്കണം. അമ്മയെ കാണണം എന്നുള്ള അധികം ആഗ്രഹമുണ്ട്. അമ്മ നിന്റെ കൺമുന്നിലുണ്ട്. മെറൂൺ സാരിയും കറുത്ത ബ്ലൗസും ഇട്ട് അമ്മ നിന്റെ കൺമുന്നിലുണ്ട്. കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അമ്മ വിട്ടു പോകത്തില്ല, ഒരിക്കലും നിന്നെ വിട്ടു പോകാതെ അമ്മ. ഓക്കെ, നീ കണ്ണു തുറക്കുന്ന എന്റെ കൺമുന്നിന്റെ അമ്മയുടെ ഒക്കെ റെഡി വെച്ചു വെക്കാം. അമ്മ കണ്ടില്ലേ? അപ്പോൾ അനാമികയുടെ മനസ്സിലേക്ക് അവളുടെ അമ്മയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നിറച്ചു കഴിഞ്ഞു. അതിനുശേഷം അടുത്തിരിക്കുന്ന നാത്തുവിനോട് നോക്കാനായിട്ട്, അതായത് നാത്തുവിനെ കാണിച്ചിട്ട് അമ്മയാണ് ചുമന്ന സാരിയും കറുത്ത ബ്ലൗസും ഇട്ടിരിക്കുന്ന അമ്മ കണ്ടില്ലേ അടുത്തിരിക്കുന്നത്, അമ്മയെ നോക്കൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ അനാമിക നോക്കുമ്പോൾ അടുത്തിരിക്കുന്ന നാത്തുവിനെ കാണുമ്പോഴത്തേക്ക് ആ ഒരു മെന്റലിസത്തിന്റെ ശക്തിയിൽ പുള്ളിക്കാരത്തി അത് സ്വന്തം അമ്മയാണെന്ന് ചിന്തിച്ചിട്ട് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ പല ആളുകളും ചിന്തിക്കും, അയ്യോ മരിച്ചുപോയ നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ, ഒരു ഇത്തിരി നേരമെങ്കിലും അവരുടെ സാമീപ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ആരും മുഖം കൊടുക്കാതിരിക്കുക. കാരണം അപ്പോഴത്തെ ആ ഒരു ഇത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാമല്ലോ എന്നൊരു ചിന്തയായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും മരണപ്പെട്ടു പോയവർ തിരികെ വരാൻ പോകുന്നില്ല. നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മൈൻഡിൽ, നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് അവർ കുത്തി നിറച്ചു തന്ന ആ ഒരു നിങ്ങളുടെ അമ്മയുടെ രൂപം മാത്രമാണ്, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ, അല്ലാണ്ട് മറ്റൊന്നുമല്ല. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഇത്തിരി സമയത്തേക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ, ഈ ഒരു മെന്റലിസത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് പോലും പതറിപ്പോവാൻ അല്ലെങ്കിൽ മനോനില തെറ്റിപ്പോവാനൊക്കെ ഇത് വളരെയധികം കാരണം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ അനാമികയോട്
അടുത്ത ക്ഷണം ആ സ്ത്രീ അനാമികയെ ഉറക്കിക്കിടത്തിയിട്ട് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുന്നുണ്ട്. അനാമിക അത് വളരെ സന്തോഷത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഉണർന്നു വരുന്ന അനാമികയ്ക്ക് വീണ്ടും സങ്കടം വിട്ടൊഴിയുന്നില്ല. അതൊന്ന് കണ്ടിട്ട് വരാം. നല്ല അനാമികയ്ക്ക് ഓർമ്മയുണ്ടാവും. അനാമി ഭയങ്കര റിലാക്സ് ആയിരിക്കും. അനാമിക്ക് ഇതിൽ സങ്കടങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഭയങ്കര റിലാക്സ് ആയിരിക്കും. അമ്മയെ കണ്ടതിൽ സന്തോഷം ഉണ്ടാവും. ഭയങ്കര റിലാക്സ് ആയിരിക്കണം. ബോഡി ഭയങ്കര റിലാക്സ് ആയിരിക്കണം. തലവേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് ഭയങ്കര റിലാക്സ് ആയിരിക്കണം. ഭയങ്കര കൂളായിരിക്കണം. ബോഡി എങ്ങനെ നമ്മൾ റിലാക്സ് ആയിട്ട് ബോഡി കൊണ്ടുവന്ന് അതുപോലെ റിലാക്സ് ആയിരിക്കണം. ഭയങ്കര റിലാക്സ് ആയിരിക്കണം. ആൾ ഹാപ്പി ആയിരിക്കണം. ഭയങ്കര റിലാക്സ് ആയിരിക്കണം. അമ്മയെ കണ്ടതിൽ സന്തോഷം ഉണ്ടാവണം. ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് പോകണം. ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം. ആൾ ഭയങ്കര റിലാക്സ് ആയിരിക്കണം. സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. തലവേദനയോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അനാമികയ്ക്ക് ഓർമ്മയുണ്ടാവും. അനാമിക ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ ഇവിടെ ആക്റ്റീവായിട്ടൊന്നും അത്ര അതുപോലെ തന്നെ ആക്റ്റീവായ ആളായിരിക്കണം. ഓക്കെ, റെഡി വേണ്ടി വേക്കാം. എല്ലാരും കരയിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാരും കരയിപ്പിച്ച് അമ്മ കണ്ടോ? നല്ല കാര്യമില്ലേ, കണ്ടില്ലയോ? പോട്ടെ, മല്ലിയപ്പിച്ചൊക്കെ കരയുന്നു നോക്കാം അവിടുന്ന്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഈ ഒരു കുഞ്ഞു മനസ്സ്, അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 10-18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സിനകത്ത് മാത്രമേ പ്രായമുള്ളൂ. ചെറിയ കുട്ടിയാണ്. ആ ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത് എത്രത്തോളം വേദന ഉണ്ടാക്കി എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം അനാഥത്വത്തിൽ അനാഥയായിട്ട് വളർന്നൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അമ്മയെ കാണാതെ കണ്ടു എന്നുള്ള ആ ഒരു തോന്നലിൽ പുള്ളിക്കാരത്തിയുടെ മനോനിലയ്ക്ക് തകരാറ് വരാതെ ഇരുന്നാൽ കൊള്ളാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന്റെ കാര്യം ഞാനിപ്പോൾ മറ്റൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല, അങ്ങനെ ആവണമെന്നല്ല പറയുന്നത്. പലപ്പോഴും ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിന്റെ സമനില തന്നെ തെറ്റിപ്പോവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവേത് ആരും ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഒരിക്കലും പോവാതിരിക്കുക. മരണപ്പെട്ടു പോയവർ എന്ന് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ തന്നെയുണ്ട്. അത് അവിടെ തന്നെ വളരെ ഭദ്രമായിട്ട് ഇരുന്നോളും. വെറുതെ എന്തിനാണ് ഓരോരോ വിഡ്ഢിത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ കുഴപ്പം പിടിക്കാനായിട്ട് നിന്ന് കൊടുക്കുന്നത്? അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ പേരെടുത്ത ഒരു വ്ളോഗറുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ മെന്റലിസം പോലുള്ള ചലഞ്ചുകളൊക്കെ ചെയ്യുന്ന ആളാണ് എന്ന് കരുതിയിട്ട് ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ, മരണപ്പെട്ടവരെ കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അത് പുള്ളി ചെയ്യുന്നില്ല. അപ്പോൾ പുള്ളി അതേക്കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് കേട്ടിട്ട് വരാം. വിഷയം ആദ്യമായിട്ട് സംസാരിച്ചു തുടങ്ങിയത് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ചില ആൾക്കാർ കാരണം പബ്ലിക്കിന് ഉണ്ടാകുന്ന ചില മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസും ഒക്കെ ഞാൻ അറിഞ്ഞതുകൊണ്ടാണ്. അതിന്റെ ഒരു ബേസ് ലൈൻ ഞാൻ പറയാം. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിങ്ങൾ പലരും അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, പബ്ലിക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, സ്ട്രീറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹിപ്നോട്ടിസം എഫക്റ്റുകളുടെ പരിണിത ഫലമായിട്ട് ചില ആൾക്കാർ ഇന്ന് സൈക്കാട്രിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിന്റെ അണ്ടറിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കിടയിലുള്ള പല ഹിപ്നോട്ടിസം പെർഫോമേഴ്സും പ്രമുഖരായിട്ടുള്ളവർ ഉൾപ്പെടെ പറയുന്നത് ഇത് കാരണം ഒരു ട്രോമയിലേക്കും ഒരു രീതിയിലും ആൾക്കാർ പോകില്ല. നിങ്ങൾ പബ്ലിക്കായിട്ട കമന്റ്സ് എല്ലാം പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടായിരുന്നു കുറെ. അപ്പോൾ ഇങ്ങനെയൊന്നും പോകില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരിൽ പലരും പറയുന്നത് നിങ്ങളുടെയൊക്കെ പേരുകളാണ്. എന്നോട് റീസെന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾ ഷെയർ അറിവുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഉപദേശങ്ങളെ നമ്മൾ തട്ടിത്തൂത്ത് കളയരുത്. അതിനെ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. അതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ കേട്ടിരിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വോയിസ് കോൾ ഉണ്ട്. അതൊന്ന് കേട്ടിട്ട് വരാം. ഇപ്പം കുറെ ആളുകൾ ഈ ചെയ്യുന്ന മെന്റലിസം എന്ന് പറഞ്ഞ പേരിൽ ചെയ്യുന്ന ഹിപ്നോട്ടിസം ഉണ്ടല്ലോ, അത് ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാതെയൊക്കെ വിടുന്ന കേസുകൾ, അത് വലിയ വലിയ വിഷയങ്ങളിലേക്ക് പോയിട്ട് ഹിപ്നോട്ടിസ്റ്റുകളായിട്ടുള്ള തന്നെ ഡോക്ടേഴ്സ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ അവരത് അന്വേഷിച്ചുകൊണ്ട് വരികയാണ്. കുറെ ആളുകൾ ഇതുപോലെ ഇതിനകത്ത് നിന്ന് ഹീലിംഗ് കംപ്ലീറ്റ് ആവാതെ വീണ്ടും കാണണമെന്നുള്ള രീതിയിലും ഈ ആളുകളെ തിരക്കി പോവുക, ഈ പറഞ്ഞ മെന്റലിസം ചെയ്ത ആളുകളെ തിരക്കി പോവുക, അവരുടെ പുറകെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക, ഇത് വീണ്ടും വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിലൊക്കെ പല ആളുകളും പോയിട്ടുണ്ട്. സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡ് അങ്ങനെയുള്ള ലെവലിലേക്ക് വരെ ഈ മാനസിക മെന്റൽ ഹെൽത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തത് കാരണം സംഭവിക്കുന്നു. പണക്കൊഴുപ്പിന്റെ പേരിലും നമ്മളുടെ ഈ പ്രായത്തിന്റെ എടുത്തുചാട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ബുദ്ധി നേരെ ഇരുന്നാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മനസ്സ് എന്ന് പറയുന്ന സംഭവം ഒരു പിടി വിട്ട് പോയി കഴിഞ്ഞാൽ അതിനെ തിരികെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ രാജ്യത്ത് എന്തുമാത്രം ഡിപ്രഷനുള്ള ആളുകളുണ്ട്.
ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലൊന്നുമല്ല. പണ്ടത്തെ ആളുകൾക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനും സഹിക്കാനും ഒക്കെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്തെ ആളുകൾക്ക് ഒരു ചെറിയ വേദന പോലും താങ്ങാനുള്ള കെൽപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഡിപ്രഷനുമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. ശരിക്കും ഇതേക്കുറിച്ചിട്ടൊന്നും ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഒന്ന് മാത്രമേ പറയാനായിട്ട് ഇപ്പോൾ എനിക്ക് സാധിക്കുകയുള്ളൂ. ദയവായിട്ട് ആരും മെൻ്റലിസം പോലെയുള്ള കാര്യങ്ങളിലേക്ക് ആവശ്യമില്ലാതെ ചെന്ന് നിന്ന് കൊടുക്കാതിരിക്കുക. ഓപ്പോസിറ്റ് ഭാഗത്ത് നിൽക്കുന്നവർക്ക് കൈ നിറയെ പണം കിട്ടുമായിരിക്കും. പക്ഷേ ആ ഒരു പണം നിങ്ങൾ കൊടുത്ത് താൽക്കാലികമായിട്ടുള്ള സന്തോഷം നിങ്ങൾ നേടുമ്പോൾ ചിലപ്പോൾ പിന്നീട് ഭാവിയിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. മറന്നു പോകാതിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും